റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തമിഴ്നാട് വിരുദനഗർ സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചത് 25 പേരുടെ മരണത്തിന് കാരണമായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ ഉടമകളായ ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ദേശീയ എക്സ്പ്ലോഷൻ വിഭാഗം സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. നിയമങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു വനജ പടക്ക നിർമ്മാണശാലയുടെ പ്രവർത്തനം. 4 വാതിലുകളുള്ള മുറിയിൽ 4 പേർക്കാണ് നിയമപരമായി ജോലി ചെയ്യാൻ കഴിയൂ. ഓരോ കെട്ടിടങ്ങളും തമ്മിൽ അകലം പാലിക്കുകയും വേണം. ഞായറാഴ്ചകളിൽ പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കാനും പാടില്ല. ഇതൊന്നും വനജ പടക്ക നിർമ്മാണശാലയിൽ പാലിക്കപ്പെട്ടില്ല. ചെറിയ മുറികൾക്ക് പകരം ലയങ്ങളുടെ മാതൃകയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. തീയണയ്ക്കാൻ വേണ്ട ഫയർ സംവിധാനങ്ങളും നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നില്ല. 10 കിലോമീറ്റർ വரைக்கும் சவுண்டு நிறைய கட்டுச்சு. இது நிறைய பேர் ஆள் சேதம், 25 பேர்கிட்ட சேதமாகி போச்சு. அப்புறம் இது எப்பயுமே ஞாயிற்றுக்கிழமை வேலை வைக்க மாட்டாங்க. இந்த வேலைக்கிழமை எலெக்ஷனால லீவ் ஒரு நாள் ஞாயிற்றுக்கிழமை வேலை வச்சிருக்காங்க. இப்படி ஆகி போச்சு. കഠിന ചൂടുള്ള സമയത്ത് രാസവസ്തുക്കൾ തമ്മിൽ കലർത്തുമ്പോഴുണ്ടായ ഹർഷണമാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉടമകളായ ഈശ്വരിയെയും മുത്തുമാണിക്യത്തെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. സ്ഫോടന ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയിൽ സർവ്വതും കത്തിച്ചാമ്പലായി. തീഗോളത്തിനുള്ളിൽപ്പെട്ട പാവങ്ങൾക്ക് ഒന്നനങ്ങാൻ പോലും സാധിച്ചില്ല. അപകടത്തിന്റെ ബാക്കിയായി ഇനി ഇവിടെയുള്ളത് കുറച്ച് ചാരവും ഈ പടക്കങ്ങളുടെ അവശിഷ്ടങ്ങളും മാത്രം. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ.